പതിവ് പോലെ അന്നേ ദിവസത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ കാറിൽ വരികയായിരുന്നു ജെറി പോൾ. റോഡിലെ തിരക്ക് പതിയെ മാറിക്കഴിഞ്ഞിരുന്നു. ശൈത്യകാലമായിരുന്നതിനാൽ രാത്രിയിലെ ഈ യാത്ര അല്പം ദുസ്സഹം തന്നെയായിരുന്നു. കാറ് ഒരു വളവ് തിരിഞ്ഞ് കയറി വരവേ പെട്ടെന്ന് കാറിന് മുന്നിലേക്ക് ഒരു വെളുത്ത ഗൗൺ ധരിച്ച യുവതി എടുത്തു ചാടി. അല്പം ക്ഷമാപണത്തോടെ തന്നെ വീട്ടിലെത്തിക്കാവോ എന്ന് ജെറിയോട് അവൾ അഭ്യർത്ഥിച്ചു. സൗത്ത് ആർച്ച് അവന്യൂവിലെ ഒരു സെമിത്തേരിക്കടുത്തായിരുന്നു അവൾ പറഞ്ഞ ആ വീട്. അല്പം ആശങ്കയോടെ ആണെങ്കിലും അവളുടെ അഭ്യർത്ഥനയെ മാനിക്കാതിരിക്കാൻ ജെറിക്ക് കഴിഞ്ഞില്ല. കാറ് സെമിത്തേരിയോട് അടുത്തപ്പോൾ അവൾ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. കാറിൽ നിന്ന് ഇറങ്ങി നന്ദിവാക്കുകൾ പോലുമില്ലാതെ സെമിത്തേരിയുടെ പൂട്ടിയിട്ടിരിക്കുന്ന വാതിലൂടെ സെമിത്തേരിക്കുള്ളിലേക്ക് കടന്ന് പെട്ടെന്ന് തന്നെ ആ വ്യക്തി അപ്രത്യക്ഷയായി. അത് കണ്ടിട്ട് ഈ ജെറി അങ്ങേയറ്റം ഭയപ്പെട്ടു. ഉണ്ടായിരുന്ന ധൈര്യം സംഭരിച്ച് വേഗം തന്നെ അദ്ദേഹം കാറെടുത്ത് പാഞ്ഞു. പിറ്റേ ദിവസം ജെറി തനിക്കുണ്ടായ ഈ ഒരു അനുഭവം തൻ്റെ പ്രിയ സുഹൃത്തിനോട് പങ്കുവച്ചു. കൂട്ടുകാരിൽ നിന്നാണ് പിന്നീട് ഞെട്ടിക്കുന്ന ആ സത്യം ജെറി മനസ്സിലാക്കുന്നത്. പുനരുദ്ധാനമേരിയെന്ന് നാട്ടുകാർ വിളിക്കുന്ന യുവതിയായ ആ പ്രേതം ഒരു പോളിഷ് നർത്തകിയായിരുന്നു. ഒരിക്കലൊരു നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങവേ അവൾ സഞ്ചരിക്കുന്ന കാർ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ അവൾ മരണപ്പെട്ടു. 1931 അത്. അവളുടെ മരണശേഷം ഒരു നർത്തകിയുടെ അതേ വേഷഭൂഷാദികളോടെ തന്നെ ആർച്ച് അവന്യൂവിലെ സെമിത്തേരിയിൽ അവരെ അടക്കം ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ ആ വഴി കടന്നു പോകുന്ന യാത്രക്കാരുടെ മുന്നിൽ അവൾ എടുത്തു ചാടി സൗജന്യ യാത്ര തരപ്പെടുത്തുമായിരുന്നു. ജെറി പോളിന് 1939 അനുഭവത്തിന് ശേഷം 1976 1978 1977 വർഷങ്ങളിൽ ഇതേ അനുഭവം ഉണ്ടായതായി ചില യാത്രക്കാർ വിവരിക്കുന്നുണ്ട്. അതിലൊന്നിങ്ങനെയാണ്. ഒരു ദിവസം ഒരു കാർ യാത്രക്കാരൻ ആ വഴി കടന്നു പോകവേ സെമിത്തേരിക്ക് മുന്നിലായി ഒരു വെളുത്ത ഗൗൺ ധരിച്ച യുവതിയെ കാണുന്നു. ഗേറ്റ് പൂട്ടിയ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയായിരിക്കും അവൾ എന്നാണ് അയാൾ ആദ്യം കരുതിയത്. അതിനാൽ അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി അവിടെ മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും അങ്ങനെ ഒരു യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ സെമിത്തേരിയുടെ ഗേറ്റിൻ്റെ 2 ബാറുകൾ അകന്നു പോയിരിക്കുന്നത് അവിടെ കണ്ടു. അവിടെ 2 കൈപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നതും കണ്ടെത്തി.